പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കർത്തൃ ദിവസം. കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം നൽകിയല്ലോ. ആമേൻ. ഇന്ന് പകൽ ലൈവിൽ വന്നവർക്കറിയാം, ഇന്ന് പകൽ വളരെ സന്തോഷത്തോടെ ആമേൻ നമുക്ക് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെയും ഇടയായി തീർന്നു. ആമേൻ. സ്വഭവനങ്ങളിലായിരുന്നവർ ആമേൻ അവരവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെയും ഇടയായി തീർന്നല്ലോ. ഇന്ന് രാത്രിയിലും കൃപയാൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രാരംഭത്തിൽ ആമേൻ പുറപ്പാട് പുസ്തകം ആമേൻ 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് ആമേൻ ഒരു പാട്ടുപാടി ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രി ആമേൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവം എനിക്ക് നൽകിയ വചനം വേഗത്തിൽ പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്ധ്യാവന്ദനം ചൊല്ലുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ മധ്യത്തിൽ അവൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്ന മോശ ചോദ്യം ചെയ്യാതിരിക്കേണ്ടതിന്, അല്ലെങ്കിൽ മോശയെ റിജക്ട് ചെയ്യാതിരിക്കേണ്ടതിന്, മോശയെ ഒഴിവാക്കാതിരിക്കേണ്ടതിന്, മോശ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ജനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാ. ഇന്ന് രാത്രിയിലും കൃപയാ ദൈവത്തിന്റെ ആമേൻ വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെയും തെരഞ്ഞെടുത്താക്കി വെച്ച ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ. മോശയോട് ദൈവം പറഞ്ഞു, നീ ജനത്തോട് പറയണം, ഞാനാകുന്നു എന്ന് പറഞ്ഞ് ഒന്നുകൂടെ വായിച്ചു. അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് തിശ്ബയിൽ നിന്നും തിശ്ബിനായ ഏലിയാവ് ആമേൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ആമേൻ സംസാരിക്കുന്നത് യഹോവയുടെ അഡ്രസ്സിലാ. ഹല്ലേലൂയ. ആമേൻ. ജനത്തിന്റെ മുമ്പില് ആമേൻ മോശ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ അഖിലാണ്ടത്തിൽ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന്റെ അഡ്രസ്സിലാ. ഇന്ന് രാത്രിയിലും കൃപയാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആയിരിക്കുന്നതും എന്നെ ഞാനാക്കി മാറ്റിയ, എന്നെ ഈ വേലയ്ക്ക് കൊള്ളാമെന്ന് കണ്ട് ആമേൻ തെരഞ്ഞെടുത്ത സർവകൃപാലുവായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ നാമത്തിലാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം ആമേൻ ഇസ്രായേലും ദൈവവും മോശയും. ഹല്ലേലൂയ. പിന്നെ ഫറവോനും. ആമേൻ. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ആമേൻ വിടാതെ കണ്ട് ആമേൻ പിടിച്ചു വെച്ചിരിക്കുന്ന ആമേൻ ജനത്തെ ആമേൻ വിടുവിച്ചു കൊണ്ടുപോകുവാൻ, ദൈവത്തെ ആരാധിക്കാനായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം ആമേൻ തെരഞ്ഞെടുത്ത അഭിഷിക്തനാണല്ലോ മോശ. ഹല്ലേലൂയ. അവിടെ നമുക്ക് ആരാധനയോടുള്ള പ്രാധാന്യതയെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. ജോലിയുണ്ട്, ആഹാരമുണ്ട്, ആമേൻ താമസമുണ്ട്, എന്നാൽ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. ഇന്ന് പകലിൽ കൃപയാൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ഇന്ന് പകൽ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. നോക്കണമേ, ആമേൻ ജനത്തിന് ആവശ്യമായതെല്ലാം ഉണ്ട്. ജോലിയുണ്ട്, ആമേൻ ശമ്പളം വേണ്ടുമ്പോഴില്ലെങ്കിലും അല്പസ്വല്പമൊക്കെ ഉണ്ട്. ആമേൻ. ജോലി ചെയ്യുന്നിടത്ത് കഠിനമായ കഷ്ടതയൊക്കെ ആണെങ്കിലും ആമേൻ അവര് ദൈവത്തെ അറിയാവുന്നത് കൊണ്ട് ആ കഷ്ടതയുടെ നടുവിലും നിലവിളിച്ചുകൊണ്ട് അവര് ജോലി ചെയ്യുന്നത്. ആമേൻ. അവർ ഉറങ്ങുകയാണെങ്കിലും അവര് എവിടെയായിരുന്നാലും അവര് നിലവിളിയോടുകൂടിയാ. ഇന്ന് രാത്രിയിലും ആമേൻ നിലവിളിയോടുകൂടി ആയിരിക്കുന്ന ജനത്തിന്റെ മധ്യേ ആമേൻ നിലവിളി കേട്ട് ഇറങ്ങി വന്ന ആമേൻ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജനത്തിന്റെ നിലവിളി
നിലവിളിയാണ്. എന്തുകൊണ്ടാണ് അവർ നിലവിളിക്കുന്നത്? അവര് അടിമത്വത്തിലാണ്, അവർക്ക് സ്വാതന്ത്ര്യമില്ല. ആമേൻ. അവർക്ക് വേണ്ടും പോലെ ആഹാരമില്ല. ജോലി ഉണ്ടെങ്കിലും ആമേൻ ജോലിക്ക് അനുസരിച്ച് ശമ്പളമില്ല. ആമേൻ. അതേ ഇഷ്ടികച്ചൂടയിൽ അവര് തന്നെ ആമേൻ അതെ വൈക്കോൽ കണ്ടെത്തി അത് ഇഷ്ടികച്ചൂടയിൽ കഠിനമായി ജോലി ചെയ്ത് ആമേൻ അവര് ഉപജീവനം കഴിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള കഷ്ടതയുടെ ആധിക്യത്തിൽ അവർ ആമേൻ നിലവിളിച്ച് അവരുടെ സങ്കടങ്ങളും അവരുടെ നിലവിളിയും കേട്ട് ആമേൻ അറിഞ്ഞ് അതേ മോശയിലൂടെ ദൈവം ജനത്തിന്റെ മധ്യ ഇറങ്ങി വന്ന് ആമേൻ അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു ആമേൻ നിലവിളിച്ചവരുടെ അരികിലേക്ക് ചെല്ലുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഇന്നലകളിൽ നാം ചിന്തിച്ചു, കുരുടൻ നിലവിളിച്ചപ്പോൾ ആ കുരുടന്റെ നിലവിളി മിണ്ടാതാക്കാൻ പലരും ശ്രമിച്ചപ്പോൾ ആ നിലവിളി ആമേൻ ശ്രദ്ധിച്ച് അവരെ വിളിച്ച് അവരുടെ നിലവിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായത് നൽകി കൊടുക്കുവാൻ നമ്മുടെയായി തീർന്നു. ഇന്ന് രാത്രി കൃപയാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ നല്ല വൈദ്യൻ, ആമേൻ സ്പെഷ്യലിസ്റ്റ്, ആമേൻ മുടന്തനെ, ആമേൻ അവന്റെ ബോണിന്റെ സ്പെഷ്യലിസ്റ്റ്, ആമേൻ കണ്ണ് രോഗം, ആമേൻ കണ്ണ് രോഗ വിദഗ്ധൻ, ആമേൻ അതെ ഏറ്റവും നല്ല സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആമേൻ അതേ വൈദ്യനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഏത് മേഖലയും അവൻ കൈകാര്യം ചെയ്യും. ഇന്ന് രാത്രി ആമേൻ ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെടുന്നത്, ഫൈനാൻസ് സാമ്പത്തിക മേഖലയിലാണോ, ആമേൻ അതേ ശിഷ്യന്മാർ അവന്റെ കൂടെ ആയിരുന്നപ്പോ ഈ പൈസയ്ക്ക് ഞങ്ങൾ ഇപ്പോ എവിടെ പോയി ഇത്ര ജനത്തിന് ആഹാരം കൊടുക്കുമെന്ന് അവര് ചിന്തിച്ച് ആമേൻ ആകെ വല്ലാണ്ടായപ്പോൾ ആമേൻ സ്വർഗീയ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലല്ലോ. പുരാതന സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലെ പിതാവായ ദൈവത്തോട് ആമേൻ തന്റെ പുത്രൻ അപേക്ഷിച്ചപ്പോൾ ആമേൻ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ സർവശക്തനായ ദൈവം ആമേൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന അപ്പത്തെ വർദ്ധിപ്പിച്ചു, മീനിനെ വർദ്ധിപ്പിച്ചു. നോക്കിക്കേ, സാമ്പത്തികമായ മേഖലകളെ കൈകാര്യം ചെയ്യുവാൻ കർത്താവിനെ പോലെ ശക്തരായ വേറെ ആരുമില്ല. ആമേൻ. അത് ഏതും മേഖലയും ആമേൻ അവന് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇന്ന് രാത്രി നിന്റെ വിഷയം എന്തുമാകട്ടെ, ആമേൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി ആമേൻ സ്വർഗം ശ്രദ്ധിച്ച് അതേ മോശയിലൂടെ ഇറങ്ങി വന്നു. ആമേൻ മോശയെ അവർ ഒരു വിധത്തിലും അകറ്റി നിർത്തുവാൻ ഇടയാകാത്ത വിധത്തിൽ പൂർണ്ണ സപ്പോർട്ടോടെ ദൈവം അവനെ ഇറക്കി. ആമേൻ ജനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ മോശയിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആമേൻ ശക്തനായിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിലവിളിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ആമേൻ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവന്റെ വാക്കുകളുടെ മുമ്പിൽ അതേ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ വചനം ഇന്ന് രാത്രി കേൾക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ നിലവിളിക്കുന്ന ആ നിലവിളിക്ക് മറുപടി സ്വർഗം അയക്കുവാൻ ഇടയായി തീരും. വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടച്ചെന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ അങ്ങേ ആത്മാവിന് സത്യത്തിലും ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ആമേൻ. അതേ അനന്തരം പിന്നെയും രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾ കൊത്തവണ്ണം നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവെ, ഫറവോൻ അതേ ഇസ്രായേൽ ജനത്തിന് ആരാധന സ്വാതന്ത്ര്യം കൊടുക്കാതെ അവര് ആമേൻ ജോലി മേഖലയിലും അടിമത്വത്തിൽ ആമേൻ അതേ കുടുംബ പശ്ചാത്തലത്തിൽ അതേ വ്യക്തി സ്വാതന്ത്ര്യമില്ലാതെ ഉണ്ടാകുന്ന തലമുറകളെ പോലും വഴിക്കാതെ കണ്ട് നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലത്തക്ക വിധത്തിലുള്ള അധികാരമുള്ള രാജ്യത്ത് ഒതുങ്ങിക്കഴിയുന്ന ദൈവജനത്തിന്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച സർവശക്തരായ ദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യയുള്ളതിനാൽ ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്ന കർത്താവേ. കുടുംബമായി സന്തോഷിക്കുവാൻ കഴിയാതെ, വ്യക്തിപരമായി സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ആമേൻ ഭരണകൂടങ്ങൾ നിമിത്തം ആമേൻ ഇസ്രായേലിൽ അടിമത്വത്തിൽ കടന്നതുപോലെ ഇന്നും സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്ന ദൈവജനത്തെ പുറത്തെടുക്കുവാൻ അധികാരമുള്ളവർ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യയുള്ളതിനായി സ്തോത്രം. കർത്താവേ, സ്വാതന്ത്ര്യമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ആമേൻ അത് ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ആമേൻ അവരെ പുറത്തെടുക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി അവർ കേൾക്കുമ്പോൾ അതേ മോശയിലൂടെ അതേ ദൈവശബ്ദം കേട്ട് അവർ വിടുതൽ പ്രാപിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം അനുഭവിച്ച് വിടുതൽ പ്രാപിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം സ്വർഗമിടയാക്കണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിച്ചാട്ടെ. ജനത്തെ അവിടുന്ന് ഒരുക്കിയാട്ടെ. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ എന്നോട് ചേർന്ന് കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു. ആമേൻ.
നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവന് സൃഷ്ടിപ്പാൻ അധികാരമുണ്ട്. അവന് സൃഷ്ടിപ്പാൻ അധികാരമുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ യേശു ജീവിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ചിലത് സൃഷ്ടിക്കാൻ പോകുകയാണ്. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷത്തോടെ ചേർന്ന് പാടി നമ്മുടെ കരങ്ങൾ തട്ടി നമുക്ക് ആമേൻ ദൈവത്തെ ആരാധിക്കാം. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗമായും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്ന ഞാനും എന്നേക്കും ജീവിക്കയാം. യേശു ജീവിക്കുന്ന ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നേക്കിനി ഒരു ജീവിതമേ എനിക്കെല്ലാം യേശു ഭക്തി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ പോരാട വിഷപ്പയ്യോ തകർക്കലാകയാൽ. മരണത്തിൻ പോരാട വിഷപ്പയ്യോ തകർക്കലാകയാൽ. ഇനിയൊരു ഭയമിനെ വിട്ടുവിനെ ഞങ്ങൾ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഓ യേശു ക്രിസ്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനി വേഗവാനും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. അത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആമേൻ ജനിക്കുന്ന കുഞ്ഞിനെ പോലും
ജീവനോടെ വളർത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന ആമേൻ അതേക കുടുംബങ്ങൾ, അതേ നമുക്കറിയാം, അതേ ജനിച്ചു വീഴുന്ന ആൺകുഞ്ഞുങ്ങൾ ആമേൻ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലണമെന്നുള്ളൊരു കൽപ്പന ആമേൻ ഇസ്രയേൽ ആയിരുന്ന അതേ മിസ്രൈമിലെ രാജാവ് അതേ കൽപ്പന പുറപ്പെടുവിച്ചു. ആമേൻ ആൺകുഞ്ഞുങ്ങൾ ആമേൻ ജീവിക്കുവാൻ അനുവദിക്കാത്ത ഒരു കാലഘട്ടം. ആമേൻ ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ തലമുറകൾ അഗാധത്തിൽ പൊലിഞ്ഞു പോകുന്നു. ആമേൻ ചിലർ പറയുന്നു ആൺമക്കൾ വാഴത്തില്ല, ചിലർ പറയുന്നു ഭർത്താക്കന്മാർ അധികം കാലം ജീവിച്ചിരിക്കുവാൻ അനുവദിക്കുന്നില്ല. ഇന്ന് രാത്രിയിലും ആമേൻ നിന്റെ കണ്ണുനീരിന് കാരണമായ അകാല മരണങ്ങൾ ആമേൻ നിന്നെ ദുഃഖത്തിൽ അടിമയാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ അതിനകത്ത് നിന്ന് അതേ നീക്കുപോക്ക് നൽകി അതേ നിനക്ക് സമാധാനം നൽകുക. ആമേൻ തലമുറ വാഴത്തില്ല, ആമേൻ ജീവിച്ചിരിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളെ ആമേൻ തകർത്തുകൊണ്ട് അതിനകത്ത് ആമേൻ പൂർണ്ണമായ വിടുതൽ നൽകി ആമേൻ തലമുറകളുമായി സന്തോഷിക്കത്തക്ക വിധത്തിൽ നിന്നെ കൈപിടിച്ചു നടത്തുവാൻ അധികാരമുള്ളവർ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അതേ ജോലി മേഖലയിൽ ആമേൻ കഷ്ടപ്പെടുകയാ, ആമേൻ ഇഷ്ടിക അറക്കണമെങ്കിൽ ആമേൻ വൈക്കോല് അവര് തന്നെ പിറക്കിക്കൊണ്ടുവന്ന് അത് ഇഷ്ടിക മുറിച്ച് അത് ചുമ്മി അത് ചുട്ട് അതേ അത് ഇഷ്ടികയാക്കി മാറ്റിയാലും അതേ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള കൂലി കിട്ടാതെ ആമേൻ അവരുടെ വയറ് ആമേൻ നിറയ്ക്കുവാൻ അതേ ആവശ്യമായ ആഹാരം പോലും ലഭിക്കാതെ കഷ്ടപ്പെട്ട് അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തെ പുറത്തെടുക്കുവാൻ ആമേൻ ഞാനാകുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് മോശയിലൂടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ആ കാലം കഴിഞ്ഞ് ആമേൻ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ആമേൻ അടിമത്വത്തിൽ കിടക്കുന്ന അതേ ജനത്തെ പുറത്തെടുക്കുക. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ആമേൻ അത് ഈ ലോകത്തിൽ ജനിച്ചു. ആമേൻ അത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ വന്നത്. അങ്ങനെയെങ്കിൽ അടിമനുഖത്തിൽ കിടക്കുന്ന മാനവരാശിയെ അത് വിടുവിക്കുവാൻ വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം ഇന്ന് രാത്രിയിലും അതേ പ്രഘോഷിക്കുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്താക്കിയതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം ആമേൻ നിന്നെ രൂപാന്തരപ്പെടുത്തുന്നതാ, നിന്നെ സൗഖ്യമാക്കുന്നതാ, നിന്നെ വിടുവിക്കുന്നതാ, ആമേൻ നിന്നെ മുൻപോട്ട് കുടുംബമായി നയിക്കുവാൻ ഉതകുന്നതാ, ആമേൻ നിന്നെ നിത്യത വരെ എത്തിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി അതേ നിന്റെ കാതുകളിൽ ആവർത്തിച്ച് കേൾക്കുമ്പോ ഇന്നലെ കൃപയാ ഞാൻ ഓർപ്പിച്ചതുപോലെ ആമേൻ പറഞ്ഞ് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാമെങ്കിൽ ആമേൻ നിന്റെ കണ്ണാലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അതേ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് രാത്രി കൃപയാ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം അതേ യോഹന്നാൻ എഴുതിയ ആമേൻ 1-ാം ലേഖനം ആമേൻ 1 യോഹന്നാൻ അതേ ലേഖനം 1-ാം അധ്യായം ആമേൻ അതേ 1 മുതൽ ആമേൻ 5 വരെയുള്ള വേദഭാഗങ്ങളാണ്. ആമേൻ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1 മുതൽ ആമേൻ 5 വരെയുള്ള വേദഭാഗങ്ങളാണ്. ആമേൻ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. ആമേൻ. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഇന്ന് രാത്രി ആമേൻ സന്തോഷം ആമേൻ എന്ത് ചെയ്യണം? പൂർണ്ണമാകണം. ഹല്ലേലൂയ. ആമേൻ പാതി സന്തോഷത്തിൽ ആയിരിക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആമേൻ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനാണ് ഇന്ന് രാത്രി ഈ വചനം വീണ്ടും നിന്റെ കാര്യം സ്വർഗം കേൾപ്പിക്കുന്നത്. ആമേൻ ജോലിയുണ്ട്, പക്ഷേ അത് തൃപ്തിയില്ല. അത് കുടുംബമുണ്ട്, തലമുറയുണ്ട്, പറയത്തക്ക വിധത്തിൽ എല്ലാം ഉണ്ട്. എന്നാൽ അതിനകത്ത് ആമേൻ പൂർണ്ണമായ സന്തോഷം അനുഭവിപ്പാൻ കഴിയാതായിരിക്കുന്ന അതെ ഇന്ന് രാത്രി നിന്നോട് സ്വർഗം ആമേൻ ഇടപെടുവാൻ പോകുകയാ. ആമേൻ എന്തിനാണെന്നറിയാമോ? ആമേൻ ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക്, ആ പരിപൂർണതയിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുവാനാ. ഹല്ലേലൂയ. യോഹന്നാൻ അതേ ലേഖനം എഴുതിയത് ആമേൻ കർത്താവായ യേശു ക്രിസ്തു ആമേൻ ആരാണെന്ന് അറിയുന്ന അത് അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവ വൈദ്യന് പാതി സന്തോഷമല്ല, പാതി സൗഖ്യമല്ല, പാതി വിടുതലല്ല. അവൻ പൂർണ്ണമായ വിടുതൽ, പൂർണ്ണമായ സൗഖ്യം, പൂർണ്ണമായ സന്തോഷം
സന്തോഷം. അവൻ ഇന്ന് രാത്രി എത്ര പേര് അത് തിരിച്ചറിഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അതെ രുചിച്ചറിയുവാൻ അവൻ തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മാധുര്യമേറിയ ദൈവത്തിന്റെ വചനത്തെ ഭക്ഷിക്കുവാൻ അവൻ അവസരം ലഭിച്ച അവൻ അതെ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ തന്റെ ജീവിത അനുഭവത്തിലൂടെ അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് നിമിത്തം അവൻ അനുഭവിച്ച സന്തോഷം, ആ പൂർണ്ണത, അവൻ ആയിരിക്കുന്ന ആ സഭയിലുള്ളവരും അവൻ ആരെയൊക്കെ കണ്ടുമുട്ടുന്നുവോ അവരെല്ലാവരും ആ യേശു ക്രിസ്തുവിലൂടെയുള്ള പൂർണ്ണമായ സമാധാനവും പൂർണ്ണമായ സന്തോഷവും പൂർണ്ണമായ സൗഖ്യവും പൂർണ്ണമായ വിടുതലും അനുഭവിക്കണമെന്ന് കണ്ട് ആത്മാവിനാൽ അവൻ എഴുതിയ ലേഖനമാണ് ഇന്ന് രാത്രി നാം കുറിവാക്യമായി വായിച്ചിരിക്കുന്നത്. അവൻ ഈ 5 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് അത് ഏതാനും ചില വാക്യങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ച കർത്താവിന്റെ വചനം നിങ്ങളുമായി വേഗത്തിൽ പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യേശു ഇന്നും ജീവിക്കുന്നു. അവൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. യേശു ജീവിക്കുന്നു, അവൻ സൃഷ്ടിക്കുന്നു. അങ്ങനെയെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവൻ കണ്ടതും അവൻ തൊട്ടതും അവൻ കേട്ടതും അവൻ രുചിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനം. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഈ വചനം ഈ ലൈവിലൂടെ പ്രസംഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞത് കൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുകയാ. ഈ സന്തോഷം ഈ ലൈവിലൂടെ ആരൊക്കെ കാണുന്നുവോ അവരും അനുഭവിക്കണം. യേശു ഇന്ന് ജീവിക്കുകയാ. നിങ്ങൾക്ക് വേണ്ടി ചിലത് സൃഷ്ടിക്കുവാൻ അവൻ ഇന്നും ജീവിക്കുകയാ. യോഹന്നാൻ എന്ന പേരിൽ സത്യവേദ പുസ്തകത്തിനകത്ത് 4 സുവിശേഷങ്ങളിൽ 4ാമത്തെ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം പേരിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷം. ഹല്ലേലൂയ. ആരുടെ പേരിൽ? ഒരു വ്യക്തിയുടെ പേരിൽ. ആ വ്യക്തിയുടെ പേരിൽ എഴുതിയ ആ സുവിശേഷത്തിനകത്ത് ആരെയാണ് വെളിപ്പെടുത്തുന്നത്? നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നോക്കണമേ, സ്വന്തം പേരിൽ അറിയപ്പെടുന്ന സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് യോഹന്നാനാണെങ്കിലും അതിനകത്ത് പ്രതിപാദ്യ വിഷയം കർത്താവായ യേശു ക്രിസ്തുവാ. നോക്കിക്കേ, സ്വന്തം പേരിൽ എഴുതുന്ന പുസ്തകത്തിനകത്ത് അവനെ കുറിച്ച് എഴുതാതെ അവനാക്കി മാറ്റിയ അവനെ കൈപിടിച്ചുയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്റെ എഴുത്തിലൂടെ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലൂടെ താൻ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം നിനക്ക് കൃപ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൂടെ ഞാനോ നീയോ വലുതായി വരാതെ അതിനകത്ത് കർത്താവായ യേശു ക്രിസ്തു ഉയർന്നു വരികയാണെങ്കിൽ അവനിലൂടെ അനേകര് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. യോഹന്നാൻ സതുദ്ദേശത്തോടെ എഴുതി തുടങ്ങി. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവനാദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് വളരെ വ്യക്തമായി കേൾക്കുന്നവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ, നിരാശയിൽ ഇരിക്കുന്നവർക്ക് സന്തോഷത്തിലേക്ക് ഉയർന്നു വരത്തക്ക വിധത്തിൽ, അവർക്ക് ഗ്രഹിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നുവെന്നും വചനം ദൈവത്തോട് കൂടെയായിരുന്നുവെന്നും വചനം ദൈവമായിരുന്നുവെന്നും അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നെന്നും സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതില്ല എന്നും എഴുതി വന്നിട്ട് പറയുകയാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഈ സൃഷ്ടിപ്പിന്റെ ആദി കാരണമായിരിക്കുന്നവൻ ദൈവമാണെന്നും ആ ദൈവം വെളിച്ചമാണെന്നും. ഹല്ലേലൂയ. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ
തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആമേൻ. അവൻ ദൈവത്തെ ചൂണ്ടി സംസാരിച്ചു തുടങ്ങി. ദൈവം ആരാണെന്ന് അവൻ വെളിപ്പെടുത്തി വരികയാണ്. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നുവോ, എവിടെയെല്ലാം കേൾക്കപ്പെടുന്നുവോ അതിനകത്തൂടെ കൃപയും സത്യവും നിറഞ്ഞവനായി വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർച്ച ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായ തേജസ്സായി കണ്ടു. ഈ യോഹന്നാൻ അത്രേ 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഒരു മനുഷ്യന്റെ സന്തോഷം പൂർണ്ണമാകുവാൻ കഴിയണമെങ്കിൽ അവൻ ദൈവത്തെ അറിയണം. അവൻ ദൈവത്തെ അറിയുവാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു മനുഷ്യന് മനസ്സിലാകത്തക്ക വിധത്തിൽ യോഹന്നാൻ എന്ത് ചെയ്യുക, വളരെ വ്യക്തമായി വളരെ സ്പഷ്ടമായി സുവിശേഷം എഴുതി. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുന്ന വിഷയം അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. നോക്കണമേ, മുക്കുവനായിരിക്കുന്ന 2 പേര് അടുത്ത പ്രഭാതത്തിൽ അല്ലെങ്കിൽ അടുത്ത രാത്രി അല്ലെങ്കിൽ അവര് പോകുവാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇനിയും പടകിലേക്ക് വലയുമായി കടലിൽ പോകണം. എന്തിനാ? അധ്വാനിക്കാൻ. അധ്വാനശീലികളായ, കുടുംബത്തെ കുറിച്ച് ഉത്തരവാദിത്വമുള്ള, നാളെയെ കുറിച്ച് വീണ്ടും വിചാരമുള്ള 2 പേർ യോഹന്നാനും അവന്റെ സഹോദരനായ യാക്കോബും സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഇന്ന് രാത്രിയിലും കുടുംബത്തിന്റെ പ്രാരാബ്ധത്തിനു വേണ്ടി നാളെയെ കുറിച്ച് വിചാരപ്പെട്ട് നീ ഇരുന്ന് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കണ്ടുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു യേശുവിനെ അത്രേ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. കാണാൻ കഴിയാത്ത, ഗ്രഹിക്കുവാൻ കഴിയാത്ത, സ്പർശിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തിങ്കിലേക്കല്ല യോഹന്നാൻ കേൾവിക്കാരെ ഹല്ലേലൂയ നയിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാ. യോഹന്നാൻ അവന്റെ ഭാഷയിലൂടെ, അവന്റെ എഴുത്തിലൂടെ, അവന്റെ ജീവിതത്തിലൂടെ, അവന്റെ ശബ്ദത്തിലൂടെ, അവന്റെ പ്രവൃത്തിയിലൂടെ ഒരു മനുഷ്യൻ സാക്ഷാൽ ജീവിക്കുന്ന ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഉന്നതമാണ് ആത്മാവിൽ പ്രേരിതനായ എഴുതിയ സുവിശേഷം ഒരു മനുഷ്യന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ കേൾക്കുന്ന വചനം നിന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതാ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട്, നാളെയെ കുറിച്ചുള്ള ജീവിക്കുവാനുള്ള ആ ചിന്തയുള്ളത് കൊണ്ട് ആ പടകിൽ ഇരുന്നു കൊണ്ട് വല നന്നാക്കുന്നത് കണ്ട് എന്റെ യേശു അവരുടെ അടുത്തേക്ക് ചെല്ലുകയാ. ഉടനെ അവരെ വിളിച്ചു. ഇന്ന് രാത്രിയും അവന്റെ ശബ്ദം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കഷ്ടപ്പാട്, ബുദ്ധിമുട്ടും പ്രതികൂലവും പ്രതിസന്ധിയും നിറഞ്ഞ ലോകത്ത് നാളെയെ കുറിച്ച് വീണ്ടും വിചാരമുണ്ടായി തന്റെ കുടുംബത്തെ പുലർത്തുവാൻ അധ്വാനിക്കുന്ന അധ്വാനശീലരായ, അധ്വാന ഭാരമുള്ള സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ട് അവരുടെ അടുക്കൽ ചെന്ന് ഉടനെ അവരെ വിളിച്ചു. സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. നോക്കണമേ, ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ വിളി കേട്ടപ്പോ അവർക്ക് അനുഗമിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അവര് നാളെയെ കുറിച്ച് വിചാരപ്പെട്ട് ഇരിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ നിന്നെ മടിപ്പിക്കുന്ന, നിന്നെ വല്ലാത്ത ഒരു നിലവാരത്തിൽ ഇരുത്തിയിരിക്കുന്ന അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ അധികാരമുള്ളവർ ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാ. അവന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുവാൻ നാളുകളായി ആഗ്രഹിച്ചിട്ട് കുടുംബത്തെ ചൊല്ലി, തലമുറകളെ ചൊല്ലി, നാളെയെ കുറിച്ച് ചൊല്ലി, ആ കടഭാരത്തെ കുറിച്ച് ചൊല്ലി പലപ്പോഴും നിനക്ക് അവനെ യഥാർത്ഥമായി അനുഗമിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന അനുഭവത്തിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഇന്ന് രാത്രി അവൻ നിന്നെ വിളിക്കുകയാ. ഹല്ലേലൂയ. അവൻ നിന്നോട് അല്പം മുമ്പോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും
അവന്റെ സഹോദരനായ യോഹന്നാനും പടകിൽ നിന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവൻ അപ്പനായ സെബദിയെ കൂലിക്കാരോട് കൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു. നോക്ക്, അബ്രഹാം ആമേൻ ചാച്ചന്മാരെ, ആമേൻ പിതൃഭവനത്തെ, ആമേൻ ദേശത്തെ ഒക്കെ വിട്ട് ഇറങ്ങിയതുപോലെ ഇവിടെ ഇതാ ആമേൻ സെബദിയുടെ മകനായ യാക്കോബും യോഹന്നാനും അവനെ അനുഗമിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ യേശുവും ആമേൻ തന്റെ ശിഷ്യന്മാരും കൂടെ ആമേൻ ദൗത്യ യാത്ര മുമ്പോട്ട് നയിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ, കർത്താവ് ചെയ്യുന്നതിലും അധികം ചെയ്യുവാൻ അത് വിളിക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുമായി അവർ മുമ്പോട്ട് പോകുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ആമേൻ 1 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ എന്തിനാ ഇന്ന് രാത്രി ചോദിച്ചാ ആമേൻ ആ കല്യാണ വീട്ടിൽ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. നോക്കണമേ, പടകും വലയും വിട്ട് ആമേൻ അപ്പനെ ആ കൂലിക്കാരുടെ കൂടെ പടകിലാക്കിയിട്ട് പോന്നിട്ട് ആമേൻ യേശുവിനെ ക്ഷണിച്ച കല്യാണ വീട്ടിൽ എന്റെ ആമേൻ യേശു കൂടെ ഇറങ്ങി വന്ന ശിഷ്യന്മാരെ അവോയ്ഡ് ചെയ്തില്ലെന്ന് ഇന്ന് രാത്രി പലരുടെ കൂടെ നീ ഇറങ്ങി ആമേൻ അതെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പലരുടെ കൂടെ നീ സഞ്ചരിച്ചു. എന്നാൽ പലരും നിന്നെ അവോയ്ഡ് ചെയ്തേക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവൻ അതെ കടൽക്കരയിൽ ഇരുന്ന സെബദിയുടെ മക്കളായ യാക്കോബിനെയും അവൻ അതെ യോഹന്നാനെയും വിളിച്ചിറക്കിയിട്ട് അവൻ കല്യാണ വീട്ടിൽ അവൻ ക്ഷണിക്കപ്പെട്ടപ്പോൾ അവനെ ഒഴിവാക്കിയില്ലെന്ന്, ആ കല്യാണ വീട്ടിൽ ആ ശിഷ്യന്മാരെയും അവനോടൊപ്പം കൊണ്ടുപോയെന്ന് ഇന്ന് രാത്രി അവൻ പലര് നിന്നെ തിരസ്കരിച്ചേക്കാം, പലരും പല വേദിയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാം. എന്നാൽ എന്റെ യേശു ഒരു കല്യാണ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടപ്പോ അവിടെ ആ തന്റെ ശിഷ്യന്മാരെയും താൻ കൊണ്ടുപോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ കല്യാണ വീട്ടിൽ ആമേൻ അതെ വീഞ്ഞു തീർന്നു പോയതും ആമേൻ അവിടെ ആമേൻ അതെ കല്യാണ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കുവാൻ കരുതി വെച്ച വീഞ്ഞു തീർന്നപ്പോ ആമേൻ സൃഷ്ടിക്കുവാൻ അധികാരമുള്ളവൻ, പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിവുള്ളവൻ യേശുവാണെന്ന് അവരുടെ കണ്ണാലെ കണ്ട് അവൻ അവർ വിശ്വസിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിയപ്പോൾ ആ കൂടെ അവൻ പടക വിട്ട് അവൻ വല വിട്ട് അവൻ അപ്പനെ വിട്ട് ഇറങ്ങിയ അതേ ശിഷ്യനായ യോഹന്നാൻ ഉണ്ടായിരുന്നെന്ന് ഇന്ന് രാത്രിയിലും അവന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അവൻ വിളിയായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നിന്നെയും അനുഭവത്തിലൂടെ ചിലത് കണ്ട് അവൻ തൊട്ട് രുചിച്ചറിഞ്ഞ് അവൻ നിന്നിലൂടെ കേൾക്കുന്ന വചനം നിമിത്തം, നിന്റെ സാക്ഷ്യം നിമിത്തം സാക്ഷാ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അനേകര് അറിയുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് നിന്നെ അനുഭവമുള്ളവനാക്കി മാറ്റുവാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാ. നിന്റെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട്, നിന്റെ വേദന കണ്ടുകൊണ്ട്, നിന്റെ നിരാശ കണ്ടുകൊണ്ട് നീ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് നിന്നെ വിളിക്കുകയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞു അതേ മോശയെ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറക്കി കൊണ്ടുപോയതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന അഭിഷേകരെ നിന്നെയും അനേകരെ വിടുവിച്ചെടുക്കുക, അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിന്നെയും വിളിച്ചിറക്കുന്നു. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നമുക്കറിയാം അവിടെ ആമേൻ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് അവർ വാക്കോളവും നിറച്ചു. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ അവിടെ വലിയ സന്തോഷം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി, അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നോക്കണമേ, കടൽക്കരയിൽ നിന്ന് ആമേൻ പടകും വലയും വിട്ട് അരുമനാഥന്റെ വിളി കേട്ട് ആമേൻ അവനെ അനുഗമിച്ച ആമേൻ ശിഷ്യന്മാർ ഹല്ലേലൂയ അവനിൽ ഒന്നും കൂടെ വിശ്വസിക്കുവാൻ ഹല്ലേലൂയ നിമിത്തമാകുമാറ് ആ കല്യാണ വീട്ടിലെ കുറവിനെ ആമേൻ അതെ പരിഹരിക്കുവാൻ കഴിയുന്നവനാണ് അവനെ വിളിച്ചിരിക്കുന്നത്, അവരുടെ മുമ്പിൽ ആയിരിക്കുന്നതെന്ന് അവർ കാണുവാൻ, അനുഭവിക്കുവാൻ, രുചിച്ചറിയുവാൻ ഇടയായി തീർന്നെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന അഭിഷക്തനെ, ദൈവമൈതലേ, ദൈവദാസനെ, അവൻ നിന്റെ വിശ്വാസം വർദ്ധിക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ
അധികാരമുള്ളവനായി യേശു ഇന്നും ജീവിക്കുന്നു. ആ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ അതേ മുന്തിരി ചാറാക്കി മാറ്റുവാൻ, അതേ സൃഷ്ടിക്കുവാൻ അധികാരമുള്ളവനത്രേ യേശു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതേ യേശുവിനെ നീ അറിയേണ്ടതുപോലെ അറിയുവാൻ, അറിഞ്ഞാൽ യേശുവിനെ കുറിച്ച് നിനക്ക് മൗനമായിരിക്കാൻ പറ്റത്തില്ല. യേശുവിനെ കുറിച്ച് യോഹന്നാനെ പോലെ സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം ആമേൻ വായിക്കുമ്പോൾ, യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് എന്ത് ചെയ്തു? പോയി. ഹല്ലേലൂയ. ആമേൻ. എന്തിനാ പോയത്? ആമേൻ എവിടേക്കാ പോയത്? യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ആമേൻ. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ യേശു പോയില്ല. കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. ഹല്ലേലൂയ. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. നോക്കണമേ, ആലയത്തെ കുറിച്ചുള്ള എരിവ്. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. ഇന്ന് രാത്രിയിൽ ആമേൻ കച്ചവടമാക്കി, ബിസിനസ് ആക്കി ആമേൻ ദൈവസഭയെ ഒരു കൂട്ടര് കാണുമ്പോ, ആമേൻ ഇത് ഉപജീവന മാർഗമായി ഒരു കൂട്ടര് കാണുമ്പോ, ആമേൻ ഇത് ലാഭമാക്കി ഒരു കൂട്ടര് കാണുമ്പോ, എന്റെ കർത്താവ് കനാവിലെ കല്യാണ വീട്ടിൽ ശിഷ്യന്മാരുടെ മുമ്പിൽ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ ആമേൻ കല്യാണ വീട്ടില് അത് പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി അത്ഭുതം പ്രവർത്തിച്ചവൻ അവിടെ നിന്ന് സമയം പോക്കാതെ അവൻ ദൗത്യയാത്ര മുമ്പോട്ട് നടത്തുക. ആമേൻ. അവൻ ആലയത്തിൽ ചെല്ലുമ്പോ ആലയത്തിൽ കാണുന്നത് കണ്ടിട്ട് ആമേൻ പറഞ്ഞിരുന്നില്ല. ആമേൻ. അവൻ ശക്തമാ അവൻ പിതാവിന്റെ ആലയത്തിൽ അതേ പ്രാർത്ഥന നടക്കേണ്ടടുത്ത് ബിസിനസ് നടക്കുന്നത് കണ്ടപ്പോ ശക്തമായി അതിനെതിരെ എതിർക്കുന്നത് ശിഷ്യന്മാർ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാ. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. ഇന്ന് രാത്രി അവനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആമേൻ അതേ ശിഷ്യന്മാരെ ആമേൻ അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുകയാ. ആലയത്തെ കുറിച്ചുള്ള എരിവ്. ആമേൻ. എന്താണ്? എന്റെ ആലയം പ്രാർത്ഥന ആലയമാ, അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കേണ്ടതല്ല. ആമേൻ. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരുമെന്ന് ചോദിച്ചു. ആമേൻ. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്, അവൻ ഇത് പറഞ്ഞുവെന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും എന്ത് ചെയ്തു? വിശ്വസിച്ചു. നോക്കണമേ, ഇറങ്ങിത്തിരിച്ച യോഹന്നാനും ശിഷ്യന്മാരും ആമേൻ യേശു ആരാണെന്ന് ആമേൻ അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തെന്ന് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചെന്ന് ഇന്ന് രാത്രി 2020 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന യേശുവിനെ കുറിച്ച് വിളിച്ചു പറയുന്ന ഈ സത്യവചനം അവന്റെ ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഓർത്തു തിരുവെഴുത്ത് യേശു പറഞ്ഞ വചനവും അവർ വിശ്വസിച്ചെന്ന് ഇന്ന് രാത്രി ആമേൻ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരെ, സ്നാനപ്പെട്ട ദൈവവൈദ്യരെ, ദൈവകൃപയിലായിരിക്കുന്ന അഭിഷേകന്മാരെ, ഈ വചനം ഉള്ളതുപോലെ വിശ്വസിച്ചുകൊണ്ട് ഇത് പ്രസംഗിക്കുവാൻ തക്കവണ്ണം വേർതിരിക്കപ്പെട്ട അഭിഷേകന്മാർ യോഹന്നാനെ പോലെ കണ്ടതും കേട്ടതും രുചിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനം പ്രസംഗിക്കുമ്പോ ആമേൻ അത് നിമിത്തം ആമേൻ യേശു ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ ജനം അറിയുവാൻ തക്കവണ്ണം ഇടയാകണം. അവനിലൂടെയുള്ള സൗഖ്യം പ്രാപിപ്പാൻ ഇടയാകണം. അവനിലൂടെയുള്ള സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ജനം കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിരാശയുടെ പടുകുഴിയിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ എത്തിക്കുവാൻ കഴിയുന്ന യേശു ഇന്നും ജീവിക്കുന്നു. അവൻ നിനക്ക് വേണ്ടി സൃഷ്ടിപ്പാൻ അധികാരമുള്ളവനാ. കനാവിലെ കല്യാണ വീട്ടിൽ എന്റെ യേശു ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് അവൻ ആ കുടുംബം സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ സന്തോഷത്തിൽ അത് പങ്കാളികളാകുവാൻ അവന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. അവൻ ദേവാലയത്തിൽ ചെന്നു. ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു.
കൊടുത്തു. അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ, അവൻ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുത്ത വചനം അവർ അതേ വിശ്വസിക്കുകയും അതേ അനുസരിച്ച് ജീവിക്കുവാൻ ആഴമേറി സമർപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദോമസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നതായി കാണുന്നു. അവൻ രാത്രി അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബേ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ അതെ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. നിക്കോദെമോസ് അവനോട് സംസാരിച്ചു. ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആ സമയത്തും ശിഷ്യന്മാർ അവന്റെ കൂടെ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവരെ ഉറപ്പിക്കുക, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുക. കർത്താവായ യേശു ക്രിസ്തു അവർക്ക് മാതൃകയായി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരുന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവൻ എന്തില്ല? ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാൻ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഹല്ലേലൂയ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തെങ്കിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറയട്ടെ, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ ആർ വെളിച്ചത്തെ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഹല്ലേലൂയ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. അപ്പോ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ സതുദ്ദേശം എന്താണെന്ന് തന്റെ കൂടെയുള്ള ശിഷ്യന്മാർ വളരെ വ്യക്തമായി അവന്റെ കൂടെ നടന്ന് മനസ്സിലാക്കുകയാണ്. ഇന്ന് രാത്രിയിലും കർത്താവായ യേശു ക്രിസ്തു എന്തിന് ഈ ഭൂമിയിൽ വന്നെന്ന്, എന്തിന് വന്നു? അവൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ. രാത്രിയിൽ നിക്കോദെമോസ് എന്ന് പറയുന്ന മനുഷ്യൻ അവന്റെ അടുത്ത് വന്നപ്പോൾ അവനോട് വ്യക്തമായി നിത്യതയെ കുറിച്ച് എങ്ങനെ സ്വർഗരാജ്യം അവന് അവകാശമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശിഷ്യന്മാര് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ശമരിയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ആ സമയത്തും ശിഷ്യന്മാർ അവന്റെ കൂടെയുണ്ട്. അവൻ യഹൂദാദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഗാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. നമുക്കറിയാം, ശമരിയക്കാരി സ്ത്രീയെ അവിടെ വെച്ച് കണ്ടുമുട്ടി അവളുമായി സംസാരിച്ച് യഥാർത്ഥമായ ആരാധനയിലേക്ക് അവളെ നയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവളുടെ ജീവിതത്തിൽ അവളെ ഇരുടടഞ്ഞ സമയത്ത് സംഭവിച്ച ആ കാര്യത്തെ ഓർമ്മിച്ചുണർത്തിയിട്ട് ആ പാപ സ്വഭാവത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് അവളെ നയിപ്പാൻ തക്കവണ്ണം യേശു അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കൂടെയായിരുന്ന ശിഷ്യന്മാർ കാണത്തക്ക വിധത്തിൽ പിതാവായ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ശിഷ്യന്മാരെ ഉറപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക
എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്നും സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന് എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. ഹല്ലേലൂയ. നോക്കണമേ, ഒരു മനുഷ്യന്റെ ഇരുളടഞ്ഞ ജീവിതത്തിൽ സംഭവിച്ചതിനെ ആമേൻ ചൂണ്ടി സംസാരിച്ച് അവളെ കുറ്റപ്പെടുത്തി ഒരു മൂലയ്ക്ക് ആമേൻ അമർച്ചയായി ശാസിച്ചിരുത്തുന്ന യേശുവിനെ അല്ല ശിഷ്യന്മാർ കണ്ടത്. പാപബോധം ഉളവാക്കി ആ പാപത്തിൽ നിന്ന് അവളെ പിന്തിരിച്ച് അവളെ പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ ആ ഇരുളിന്റെ വ്യാപാരത്തിൽ നിന്ന് അവളെ പുറത്തെടുക്കുവാൻ അധികാരമുള്ളവനാണെന്ന് യേശുവെന്ന് ശിഷ്യന്മാർ ഗ്രഹിക്കത്തക്ക വിധത്തിൽ ആമേൻ ശുശ്രൂഷ ആമേൻ എങ്ങനെയാണ് ആമേൻ അതേ ദൈവരാജ്യം സംബന്ധിച്ച് യേശു ക്രിസ്തു എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ആമേൻ അവർ കാണത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചുവെന്നും നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നുവെന്നും നിങ്ങൾ പറയുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീ, എന്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, യഥാർത്ഥമായി ഒരു മനുഷ്യനെ ആരാധനയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണെന്ന് തന്റെ ശിഷ്യന്മാർ കൂടെ നിന്ന് ഗ്രഹിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദൈവം ആത്മാവാകുന്നുവെന്നും അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കണമെന്നും ആമേൻ. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. നോക്കണമേ, സാക്ഷാൽ മെശിഹയായ ആ കർത്താവ് അവളുടെ മുമ്പിൽ നിന്ന് അവളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും യഥാർത്ഥമായ ആരാധന കൂടുവാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ ഈ സത്യ ആരാധന എന്തെന്ന് ഇനിയും ഗ്രഹിച്ചിട്ടില്ല ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായ ആരാധനയിലേക്ക് നിന്നെ നയിപ്പാനത്രേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ആമേൻ. അത് ആമേൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അതേ നിലവാരത്തിലേക്ക് മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ, സത്യ ആരാധനയിലേക്ക് കൊണ്ടുവരുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയി താൻ പഠിപ്പിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:14 ഇങ്ങനെ വായിച്ചത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടുവന്ന് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്തിനാണ് താൻ എഴുതിയത്? ആദ്യം മുതൽ ഉള്ളത് ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടതും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. ഹല്ലേലൂയ. എന്തിനാണ് ഇതൊക്കെ എഴുതിയത്? നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനാ. അങ്ങനെയാണെങ്കിൽ ആവർത്തിച്ച് ഈ ലൈവിലൂടെ ഓരോ ദിവസവും ഈ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവനുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ദൃഢമാകുവാൻ. ഹല്ലേലൂയ. ആമേൻ. അതേ സന്തോഷത്തിന്റെ ആ പൂർണ്ണതയിലേക്ക് ആമേൻ നമ്മെ കൈപിടിച്ചുയർത്തുവാൻ ഈ ലോകത്തിൽ ഒരുവന് അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളതോ ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ആമേൻ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനങ്ങൾ 33:6 ഇങ്ങനെ വായിക്കുന്നത്, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സൈന്യവും ഉളവായി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ആമേൻ. ആ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു മരിച്ച 4 ദിവസം പിന്നിട്ട ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് ലാസറേ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ അവന്റെ
ആമേൻ ശബ്ദം കേട്ട മാത്രയിൽ ആമേൻ അതെ പുഴുവരിച്ചു കിടന്ന ആ ശരീരം ജീവനുള്ളതായി പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ട് അത്രേ ഞാൻ പറഞ്ഞത്, യേശു ഇന്നും ജീവിക്കുന്നു, അവൻ സൃഷ്ടിപ്പാൻ അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 119:11 ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവത്തോട് പാപം ചെയ്യാതിരിക്കുക. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ കുടുംബത്തിൽ കൊലപാതകൻ പുറത്തു വന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന അഭിഷക്തനെ, സഹോദരങ്ങളെ, മാതാവേ, പിതാവേ, കേൾക്കുന്ന വചനം അവനെ നീ സംഗ്രഹിച്ചില്ലെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവൻ അടുത്ത തലമുറ അവൻ ഒരു കൊലപാതകനായി വരാം, ഒരു സാമൂഹ ദ്രോഹിയായി മാറാം. അതെ പിടിച്ചുപറിക്കും, അതെ കരിങ്കൊള്ളയ്ക്കും, അതെ കഞ്ചാവിനും വംശമുറിനും അടിമയായി അതെ പോലീസിന്റെ അടിയും കൊണ്ട് അതെ കോടതിക്കകത്ത് അതെ അറസ്റ്റ് ചെയ്ത് അതെ ഇരുമ്പഴിക്കകത്ത് കിടക്കുന്നത് കണ്ട് അതെ വാവിട്ട് കരയേണ്ട ഗതികേട് വരാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തെ നീ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരിക്കണം. കേൾക്കുന്ന വചനമനുസരിച്ച് ജീവിപ്പാൻ തയ്യാറാകണം. മഹിമ കണ്ട സാക്ഷിയായി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ആമേൻ. ഉൽപ്പത്തി 1:3 വായിക്കുന്നത് ഇങ്ങനെയാ: വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ആമേൻ. ഇന്ന് രാത്രി അതെ ഇരുളിനകത്ത് തപ്പിത്തടയുന്ന അന്ധതമസിൽ അകപ്പെട്ട് ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അരിഷ്ട മനുഷ്യനെ പോലാകാതെ വെളിച്ചത്തിന്റെ മക്കളായി ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് അന്ധകാരത്തിൽ കിടന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായി ദൈവം നിന്നെ മാറ്റിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അതെ യോഹന്നാനെ പോലെ നാം ആരാധിക്കുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന കർത്താവ് ജീവിക്കുന്നുവെന്ന് നമ്മുടെ ശബ്ദത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സകല ഇടപാടിലൂടെ അനേകർക്ക് ദർശിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരു ആത്മീയ പക്വതയുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി എന്നെ സഹായിക്കണമേ, അതിനായി എന്നെ ശക്തീകരിക്കണമേ, അതിനായി എന്നെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അപ്രകാരം ഞാൻ നിങ്ങളുമായി ആയിരിക്കുന്ന ദേശത്ത് നിൽക്കുമ്പോൾ അതേ പത്രോസിലൂടെ അനേകർ ദൈവസഭയുടെ അംഗമായി മാറിയതുപോലെ അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. കൊലോസ്യർ ലേഖനം 1:17 വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സർവ്വത്തിനും ആധാരമായിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാനാകുന്നുവെന്ന് പറഞ്ഞു ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിലേക്ക് മോശെ അയച്ച ദൈവം. ഹല്ലേലൂയ. അതേ സർവശക്തനായ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അവൻ കടൽക്കരയിൽ ചെന്ന് സെബദിയുടെ മക്കളായ യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും വിളിച്ചു. ഹല്ലേലൂയ. ആ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ആ ശിഷ്യന്മാർ, ഹല്ലേലൂയ, അവൻ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം യോഹന്നാനെ കൊണ്ടുപോയതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് അത്രേ യോഹന്നാൻ എഴുതിയത്: ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഹല്ലേലൂയ. അത് യേശുവിന്റെ ഈ ലോകയാത്രയിൽ ഒരു കുടുംബം
ദുഃഖിക്കുവാൻ ഇടയാകാതെ, അതേ മകളുടെ അല്ലെങ്കിൽ മകന്റെ വിവാഹ വേദിയിൽ ആ വിളിച്ചുകൂട്ടിയ ആളുകളുടെ മുമ്പിൽ അത് നിരാശപ്പെടുവാൻ അനുവദിക്കാതെ ആ കുടുംബത്തിൽ സന്തോഷം പൂർണ്ണമാക്കുവാൻ എന്റെ യേശുവിന് കഴിഞ്ഞു. അതേ സഹോദര സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷം പൂർണ്ണമാക്കുവാൻ എന്റെ യേശുവിന് കഴിയും. അവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ ആലയത്തിലേക്ക് ചെന്നപ്പോൾ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി. ആമേൻ. അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെ കണ്ടപ്പോൾ എന്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ ഒരു ബിസിനസ് ആക്കി മാറ്റുന്ന അനേകരുള്ള ലോകത്ത് കർത്താവിന്റെ വചനം ആമേൻ കൂട്ടിച്ചേർക്കാതെ, കലർപ്പില്ലാതെ, അതിന്റെ തനിമ നഷ്ടപ്പെടാതെ അത് അതുപോലെ വെളിപ്പെടുത്തി ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് പോയപ്പോൾ നിക്കോദോമോസ് എന്ന് പറയുന്ന മനുഷ്യൻ, ഹല്ലേലൂയ, അതേ രാത്രി അവന്റെ അരികിലേക്ക് വരുന്നത് കാണുവാൻ കഴിയുന്നു. നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട്. നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നുള്ളത് അവന്റെ ജീവിത യാത്രയിൽ അവരോട് കൂടെയായിരുന്ന ശിഷ്യന്മാർ മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവൻ പരസ്യമായി ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അതേ ശമരിയ പട്ടണത്തിലൂടെ കടന്നുപോയി പാപിനിയായ ഒരു സ്ത്രീയെ അവൻ യഥാർത്ഥമായ സത്യ ആരാധനയിലേക്ക്, പാരമ്പര്യത്തിൽ നിന്ന് സത്യമായ യഥാർത്ഥമായ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആരാധനയിലേക്ക് അവളെ നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. ഇന്നലകളിൽ അവളിൽ ഉണ്ടായിരുന്ന പാപത്തെ ആമേൻ ക്ഷമിക്കുവാൻ അധികാരമുള്ളവനാണ് യേശുവെന്ന് അവിടെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ യേശു തന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ആ യാത്രയിൽ ഹല്ലേലൂയ ആമേൻ പിതാവായ ദൈവത്തിങ്കിലേക്ക് ഒരു മനുഷ്യനെ നടത്തുവാൻ ആമേൻ ഇറങ്ങി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ആമേൻ വ്യക്തമായി മനസ്സിലാക്കി ആമേൻ യേശുവിനെ അറിഞ്ഞ് പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, ആരാധിക്കുവാൻ കൃപ ലഭിച്ച യോഹന്നാൻ എഴുതിയ അനുഗ്രഹീതമായ ലേഖനം ദൈവസഭയ്ക്ക് കൈമാറി ആമേൻ അത് വായിക്കുകയും അത് കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആമേൻ നമ്മൾ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് നാം മാത്രമല്ല നാമും അവരെ പോലെ ഈ ദിവസങ്ങളിൽ അനുഭവത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. എന്റെ ജീവിതത്തെ കുറിച്ച് കഴിഞ്ഞ ലൈവുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം ആമേൻ തലമുറകളെ നൽകി, കുടുംബം നൽകി, ആമേൻ ജീവിതം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ആയുസിനെ ദീർഘമാക്കി. ആമേൻ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, നിന്നെ കുറിച്ച് ആമേൻ ശരിയായി അറിഞ്ഞ് ശുശ്രൂഷിക്കുവാൻ, നിന്നെ കുറിച്ച് ശരിയായ വെളിപ്പാട് പ്രാപിച്ച് ആമേൻ നിന്നെ ശുശ്രൂഷിക്കുക. എന്റെ പ്രസംഗം കൊണ്ട്, എന്റെ ആരാധന കൊണ്ട്, എന്റെ ജീവിതം കൊണ്ട്, എന്റേതാകുന്ന പ്രവൃത്തി കൊണ്ട് ആമേൻ അത് ഒരു പാപി മനം തിരിയുവാൻ, യേശുവിലേക്ക് കടന്നു വരുവാൻ ഇടയാകേണ്ടതിന് എന്നെ ഒന്ന് പണിയണമേ, എന്നെ ഒന്ന് ആ നിലവാരത്തിലേക്ക് ഒന്ന് ഉടച്ചു വാർക്കണമേ. ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. രോഗിയായ നീ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കാൻ പോകുക. എന്തിനാണെന്നറിയാമോ? യേശു സൗഖ്യമാക്കുന്ന ദൈവമെന്ന് അനേകർക്ക് നീ സാക്ഷിയാകേണ്ടതിനാ. തകർന്നു കിടക്കുന്ന കുടുംബ ജീവിതത്തെ ഇന്ന് രാത്രി സ്വർഗം പുതുക്കി പണിയുന്ന രാത്രിയാ. അതേ മറുപടി ഇല്ലാതെ കിടക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി എന്റെ യേശു മറുപടി നൽകുന്ന രാത്രിയാ. ആമേൻ. നിത്യജീവനെ എങ്ങനെ അവകാശമാക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ച് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി കേട്ട വചനം നീ വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. അതേ വചനം എടുത്ത് വായിക്കുക. അതേ നിത്യജീവൻ അവകാശിയാകുക നിന്നെ പ്രാപ്തനാക്കുന്ന ദൈവം ഇന്ന് രാത്രി നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നിന്റെ കണക്കൂട്ടലുകളെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണോ? യേശുവിനെ നീ വിളിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നീ യേശുവിനെ വിളിക്കാൻ തയ്യാറാക്. ആമേൻ. നിന്റെ തലമുറയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിന്റെ ശൂന്യതകളെ നികത്തുവാൻ അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വീടിന്റെ പണിയാകട്ടെ, നിന്റെ ബിസിനസ് ആകട്ടെ, നിന്റെ തലമുറയെ കുറിച്ചുള്ള ആശങ്കയാകട്ടെ, എന്തുമാകട്ടെ, ഇന്ന് രാത്രി യേശു ജീവിക്കുന്നു. അവൻ സൃഷ്ടിപ്പാൻ അധികാരമുള്ളവൻ. കണ്ണുകളേക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം. അങ്ങ് നൽകിയ വചനത്തിനായി നന്ദി. കർത്താവേ, ഞങ്ങൾ കണ്ടതും കേട്ടതും രുചിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനം ആമേൻ അതേ പിതാവിനോട് അതേ കൂട്ടായ്മ കൂടത്തക്ക വിധത്തിൽ ഒരു മനുഷ്യനെ നിത്യതയിലേക്ക്
നയിക്കുവാൻ ഉതകുന്ന ദൈവത്തിന്റെ വചനം ആയിരിക്കുന്നവൻ ഈ കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. അത് ആമേൻ അനുഭവിക്കുവാൻ, അവനെ അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ആമേൻ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് അതേ ഉദ്ധരിച്ച് ഇന്ന് രാത്രി അതേ വായിച്ച് സംസാരിച്ച ദൈവത്തിന്റെ വചനം കേട്ട എല്ലാവരെയും ജീവന്റെ അനുഭവത്തിൽ ഹല്ലേലൂയ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ സ്വർഗ്ഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരായി, നിരാശരായി, ഭാരത്തോടെ, വേദനയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ജീവന്റെ വചനം ആമേൻ അവരെ നിത്യതയിലേക്ക് നയിക്കുന്നതാകയാൽ ആ വചനം അനുസരിച്ച് ജീവിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ആ ശമരിയ പട്ടണത്തിൽ ആ ഇരുളിൽ ആമേൻ പാപത്തിന്റെ പടുകുഴിക്കകത്ത് അകപ്പെട്ട് കിടന്ന ആ മ്ലേച്ഛ സ്വഭാവത്തിനുടമയായിരുന്ന ആമേൻ ആ ശമരിയക്കാരി സ്ത്രീയെ അതിനകത്ത് നിന്ന് പുറത്തെടുക്കുവാൻ അധികാരമുള്ളവർ ഇന്ന് രാത്രി ജീവിക്കുന്നല്ലോ. പാപത്തിൽ ആമേൻ കുടുങ്ങിക്കിടക്കുന്ന തലമുറകൾ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ആമേൻ വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരായി മാറട്ടെ. വീട്ടിലെ കല്യാണത്തിന്റെ കുറവ് പരിഹരിച്ച കർത്താവ് കുടുംബ ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കണമേ. നിക്കോദോമസിനെ പോലെ നിത്യതയെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ആ വെളിപ്പാട് പ്രാപിച്ച് നിത്യത പ്രാപിക്കുവാൻ തക്കോണം ഇടയാകുവാൻ ഉതകുന്ന ജീവന്റെ വചനമനുസരിച്ച് ജീവിപ്പാൻ ഇടയാകട്ടെ. സമസ്ത മേഖലകളെ ദൈവകരങ്ങളിൽ കേൾപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ആമേൻ കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹവും അതേ സന്തോഷവും ആമേൻ ആയിരുന്നുവെങ്കിൽ ആമേൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ആമേൻ നിങ്ങൾക്ക് വിടുതലും അനുഗ്രഹവുമായിരുന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കുക. ആമേൻ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അത് ഷെയർ ചെയ്യുക. അത് വാട്സപ്പ് നമ്പറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ യോഹന്നാനെ പോലെ ആ കടൽക്കരയിലായിരുന്ന ആ സമയത്ത് ആമേൻ അതേ മനസാന്തരത്തിന്റെ ആ സുവിശേഷം അതേ പ്രസംഗിക്കുക ആമേൻ യേശു ആമേൻ വിളിച്ചപ്പോൾ ഹല്ലേലൂയ ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ച യോഹന്നാനെ പോലെ, യാക്കോബിനെ പോലെ, അല്ല ശേഷം ശിഷ്യന്മാരെ പോലെ ആമേൻ നീയും ഇറങ്ങിയ ഒരു അഭിഷിക്തനാണെങ്കിൽ നിന്നെ ഉറപ്പിക്കുന്ന, നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ നൽകി ആമേൻ നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടുമാറ്. നാം പ്രാരംഭത്തിൽ കേട്ടതുപോലെ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് ആമേൻ മോശയെ ഇസ്രായേലിന്റെ മധ്യത്തിൽ അയച്ചതുപോലെ വരും ദിവസങ്ങളിൽ ലോകരാജ്യങ്ങളിൽ കർത്താവിന്റെ വചനവുമായി കടന്നു പോകുവാൻ കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Translate.